ഒരു പെണ്ണേ, അപ്പോൾ ഇതൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. കുട്ടിയല്ല, എൻ്റെ മൊബൈലാണ് വിചാരിക്കുക, ഇതൊരു കുട്ടിയാണ്. ഒരു പെണ്ണ് ഈ കുട്ടിനെ എങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ കുട്ടിനെ എങ്ങനെ എടുക്കുക? ശരിക്ക് ഇങ്ങനെയുള്ള എടുക്കുക. ഏത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കിടക്കുന്ന ഒരു കുട്ടിനെ ഒരു സ്ത്രീ ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെയുള്ള എടുക്കുക. ഇത് ഇടത്തെ കൈയാണ്. ഈ ഇടത്തെ കയ്യിലെടുത്താൽ സ്വാഭാവികമായും ഈ കുട്ടിക്ക് ഏത് മുല കൊടുക്കുള്ളൂ? ഇടത്തെ മുലയാണ് ആദ്യം കൊടുക്കുക. അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആദ്യം കിട്ടുന്ന മുല ഏതായിരിക്കും? ഇതിങ്ങനെ കണ്ട് ആവണമെങ്കിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. കാരണം കുട്ടിയെടുക്കാൻ ഏറ്റവും ഫിറ്റാണ് കൈ ഇടത്തേതാണ്. അതുകൊണ്ട് ഒരു കുട്ടി അങ്ങനെ എടുത്തുങ്ങാണ്ട് ഇടത്തെ കൈയൊക്കെ വെക്കുക. പാട് എന്ന് പറയില്ലേ നമ്മൾ, ഒരു കുട്ടിനെ എടുക്കണ പാട് ഏത് കയ്യിലേക്കാണ്? ഇടത്തെ കയ്യിലേക്കാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കുട്ടിനെ എടുത്തിട്ട് ഇടത്തെ കൈമ്മക്കാണ് വെക്കുക. ഇടത്തെ കൈക്ക് വെക്കുന്നതിന് കുഴപ്പമില്ല. ഇടത്തെ കൈക്ക് വെച്ചാൽ ഈ കുട്ടിക്ക് ആദ്യം ഏത് മുല കൊടുക്കുള്ളൂ? ഇടത്തേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ഏത് കൈയുള്ളൂ? ഈ ഇതിക്ക് എടുത്തുങ്ങാണ്ട് ആദ്യം വലത്തെ മുല കൊടുക്കാൻ കഴിയുള്ളൂ. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞു വെച്ചാൽ, ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതൊക്കെ ഉസ്താദെ ഞങ്ങൾ വേളികുളത്തര അങ്ങനെ തന്നെയാണ് ആണെങ്കിൽ ഞാൻ അതിന് ഒച്ചടേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയേണ്ടി വന്നത്. ഇത് വീട്ടിൽ CCTV ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചെരുപ്പാടണമെന്നൊന്നും സൂം ചെയ്തിട്ട് നോക്കുകൊണ്ടോ അപ്പം അറിയാം ഏതേക്കാരെന്ന്. ശൈത്താൻ പ്രിപ്പയർഡാണ്, പിശാച് സജീവമാണ്. ഓൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടൊന്നും വരില്ല. ഹലോ കുഞ്ഞാമതേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നല്ലോണം നോക്കിക്കളോണ്ടു എന്ന് പറഞ്ഞിട്ടൊന്നും വരില്ല. പറയാതെയാണ് വരിക. ഈ രൂപത്തിലൊക്കെയാണ് വരിക. നമ്മളെ കുട്ടിയോട് നമുക്ക് നല്ല ഇഷ്ടം തോന്നി എന്താ വിളിക്കുക? എടാ പൊട്ട അവിടെ വാന്നാ പറയാം. ആരെ വിളിപ്പിച്ചത്? ശൈത്താൻ വിളിപ്പിച്ചതാണ്. കുട്ടികളെ പൊട്ടാന്നാ വിളിക്കേണ്ടത്. അത് വാപ്പാനെ വിളിച്ചു നോക്കിയാൽ അറിയാം അങ്ങനെ ഉണ്ടാ വിളിയുടെ കോലെന്ന്. പാപ്പാട് നല്ല ഇഷ്ടം തോന്നി, എടാ പൊട്ടൻ പാപ്പ അവിടെ വന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കുട്ടികളെ വിളിച്ചാലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ വാപ്പാനെ വിളിക്കൂല എന്നറിയുന്നത് കൊണ്ട് ശൈത്താൻ കുട്ടികളെ വിളിപ്പിക്കുന്നു. ഇങ്ങനെ പിശാച് പ്രിപ്പയർഡാണ്. ഞാൻ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ ചിരിച്ചുപോയി എന്ന് മാത്രം. ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഉള്ളതന്നെ ഇങ്ങനെ പറയല്ല. അതുകൊണ്ട് ആ നിലക്ക് നിങ്ങൾ ഉൾക്കൊണ്ടാലേ ഇന്ന് മുതൽ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. വലത്തേതിനെ മുന്തിക്കുക, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും: തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. എന്ത് സാധനം ആൾക്ക് കൊടുക്കുകയാണെങ്കിലും വലത്തെ കൈ കൊണ്ട് കൊടുക്കണം. ഒരാളിൽ നിന്ന് എന്ത് വാങ്ങുകയാണെങ്കിലും വലത്തെ കൈ കൊണ്ട് വാങ്ങണം. അഹ്ലുസുന്നത്തി വൽ ജമാ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടേ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതകൾ, അതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു സാധനം. എല്ലാവർക്കും ഒരു വെളുത്ത കുപ്പായം വേണം, ഇടണം എന്നല്ല കേട്ടോ, ഇടണം എന്ന് ഞാൻ പറയില്ല, വേണം. അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളുത്ത വസ്ത്രം ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് കാരണം. എല്ലാവർക്കും ഓരോ തൊപ്പി വേണം, ഇടണം എന്നല്ല, വേണം. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 തൊപ്പി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം. അങ്ങനെ സീമാ അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനമുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ അടയാളം. എല്ലാവർക്കും അവനാൻ്റെത് വെച്ചിട്ടൊരു മുസാഫ് വേണം. എല്ലാവർക്കും അവനാൻ്റെത് വെച്ചിട്ട് ഒരു മുസാഫ് വേണം. ഓത്തി നമ്മൾ പള്ളിക്കുന്നൊക്കെ കയറി ഓതാ, എന്നാലും എൻ്റെ മുസാഫിൻ്റെ എടുത്താന്ന് ദണ്ണത്ത് കിടക്കുമ്പോൾ പറയാൻ പറ്റണമെങ്കിൽ ഒരു മുസാഫ് അവനാൻ്റെ വെച്ചിട്ട് വേണം. എല്ലാവർക്കും ഒരു തസ്ബീഹ് മാല വേണം. കൊണ്ടിടക്കണം എന്നല്ല പറയണത് കേട്ടോ, വേണം എന്നാണ് പറയണത്. ഒരു തസ്ബീഹ് മാല സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ അടയാളങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. ഒരു തസ്ബീഹ് മാല. നിഅമൽ മുദക്കിറു അസ്സുബ്ഹ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹ് മാല ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന വസ്തുവാണ്. ആ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതിന് കുറേ വിശദീകരണം ഉണ്ട്. ഒന്ന്, തസ്ബീഹ് മാല മൗത്തിനെ ഓർമ്മപ്പെടുത്തും. 2, തസ്ബീഹ് മാല ദിക്റ് ചൊല്ലാൻ ഓർമ്മപ്പെടുത്തും. 3, തസ്ബീഹ് മാല സത്യം പറയാൻ ഓർമ്മപ്പെടുത്തും. തസ്ബീഹ് മാല കൈ പിടിച്ചാണ്ട് ഒരാൾക്ക് നുണറിയാൻ കഴിയൂല. തസ്ബീഹ് മാല അങ്ങനെ പിടിച്ചാണ്ട് ഗീബത്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, പക്ഷെ സാധാരണഗതിയിൽ കഴിയൂല. അപ്പം നിഅമൽ മുദക്കിറു അസ്സുബ്ഹ, തസ്ബീഹ് മാല ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന സാധനമാണ്. അതുകൊണ്ട് അവനാൻ്റെ വെച്ചിട്ടൊരു തസ്ബീഹ് മാല വേണം. പഞ്ച് വരച്ചിട്ട് നീച്ചാൻ വയ്യാതെ കിടക്കുമ്പോൾ ഏടിയെ
ഇൻ്റെ ആ തസ്ബീഹ്മാല എടുത്താന്ന് പറയണമെങ്കിൽ അവനാൻ്റെ വെച്ചിട്ടൊരു തസ്ബീഹ്മാല ആണിമ തൂങ്ങിയെങ്കിലേ പറ്റുള്ളൂ. അത് വേണം. ഇതൊക്കെ തന്നെ. അപ്പം എന്തേ പറഞ്ഞു, ഒരു വെള്ളക്കുപ്പായ എല്ലാവർക്കും വേണം, ഒരു തൊപ്പി എല്ലാവർക്കും വേണം, അവനാൻ്റെ വെച്ചിട്ടൊരു മുസാഫ് വേണം, അവനാൻ്റെ വെച്ചിട്ടൊരു തസ്ബീഹ്മാല വേണം. മുമ്പ് നമ്മളെ പഴയ കാലത്തെ ആളുകൾക്കൊക്കെ ഒരു 14 വക ഏടുണ്ടാവും. ഇപ്പോൾ 555 വക 4444 വക ഏടൊക്കെ ഉണ്ട്. പക്ഷെ ആണുങ്ങൾക്ക് ഒറ്റൊന്നിനും ഏടില്ല. ഏടൊക്കെ പെണ്ണേക്കാണ്, ആണുങ്ങൾക്ക് ഏടില്ല. അതുകൊണ്ട് നമ്മളത് വെച്ചിട്ടൊരു ഏട് വേണം, ഒരു സബീന അല്ലെങ്കിൽ ഒരു ഏട് എന്തെങ്കിലും. എപ്പോഴും ഖുർആൻ ഓതാൻ കഴിഞ്ഞോണമെന്നില്ല, വേണ്ടത് അങ്ങനെ തന്നെയാണെങ്കിലും കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ കുറച്ച് ഓതിയിട്ട് കുഴങ്ങുമ്പോൾ അതെടുത്ത് വെച്ചിട്ട് അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി വബിർറഹീമി ദായിമിൽ ഇഹ്സാനി അൽഹംദുലില്ലാഹിൽ ഖദീമിൽ അവ്വലി الآخر الباقي بلا تهول ثم الصلاة والسلام سرمدا على النبي خير من قد وحدا وآله وصحبه ومن تبع سبيل دين الحق غير متبع. കുറേ അറബി ചൊല്ലിയിട്ട് ഇങ്ങനെ ക്ഷീണിക്കുമ്പോൾ കുറച്ച് മലയാളത്തിൽ. അപ്പോൾ മുയ്യത്തിമാല എങ്ങനെ ചെല്ലുക, ലഫീസത്തുമാല എങ്ങനെ ചെല്ലുക? മരണമാകും എന്ത് ബിണ്ട് ഓതി അന്നാമാനെ മാനിതാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനെ മന്നവായി ബീവിയരിൽ അൻഹറാദി അല്ലാ മഹഗുണർ ഫളിലാലയങ്ങളെ ഹജത്തും വീട്ടല്ലാ. ഇങ്ങനെ ജീവിതത്തെ നമ്മളിങ്ങനെ മാറ്റും. ഓരോ കൊല്ലം കഴിയുമ്പോഴും നമ്മളെ ഈമ അങ്ങനെ കൂടി വരണം. അപ്പോഴേ ദീർഘായുസ്സുകൊണ്ട് കാര്യമുള്ളൂ. 60 വയസ്സ് വരെ ജീവിച്ച ഒരാൾക്കും 65 വയസ്സ് വരെ ജീവിച്ച ഒരാൾക്കും ഒരേ ആയുസ്സുണ്ടായാൽ പോരാ, ഒരേ ഈമാൻ ഉണ്ടായാൽ പോരാ. വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഈമാൻ കൂടിക്കൊണ്ടേയിരിക്കണം. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത വേണം. സംസാരത്തിലാണ് നല്ലോണം സൂക്ഷിക്കേണ്ടത്. പറയാൻ ഒന്നും പഠിക്കണ്ട, മുണ്ടാതിരിക്കാൻ നല്ലോണം വിവരം വേണമെന്നാണ്. വർത്തമാനം പറയാൻ പിരാന്തുണ്ടായാലും മതി, പക്ഷെ മിണ്ടാതിരിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളവന് മാത്രമേ സംസാരിക്കാതിരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ പഠിക്കാനുള്ളത് സംസാരിക്കാതിരിക്കാനാണ് എന്നാണ്. ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലാണ് നമ്മളെപ്പോഴും പരാജയപ്പെടുന്നത്. വെറുതെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സമയം ഉണ്ടാകാൻ പറ്റൂല. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. ദുഃഖമില്ലാതെയാകും, സമ്പത്ത് വർദ്ധിക്കും, മക്കൾ സ്വാലിഹീങ്ങളാകും, മഴ പെയ്യും. ഇതൊക്കെ ഇസ്തിഗ്ഫാറിൻ്റെ ഗുണങ്ങളാണ്. എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയ ദിക്റാണ് ഇസ്തിഗ്ഫാർ. ആദം നബി അലൈഹിസ്സലാം എന്ന മനുഷ്യകുലത്തിലെ ആദ്യത്തെ മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം പഠിപ്പിച്ച ദിക്റായിരുന്നു ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊടുത്തിട്ട് നമ്മൾ വലിയ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ദറജയുള്ള ആളുകളായി മാറണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ.